അടിപൊളി സൈക്കിൾ പാത്ത് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് അടിപൊളി സൈക്കിൾ പാത്താണ്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കപ്പയും മീൻകറിയും. ഡബിൾ ഡെക്കർ ട്രെയിൻ, ആ മുകളിൽ ഓപ്പൺ ആയിട്ടാണല്ലോ. ഇവിടുത്തെ എഞ്ചിനൊക്കെ കണ്ടോ, എന്ത് ക്യൂട്ടാണ് ആ എഞ്ചിൻ. പ്ലാന്റിന്റെ ഉള്ളിലൂടെ സൈക്കിൾ പാത്ത്, അടിപൊളി. അവർക്ക് സൈക്കിൾ പാത്ത് പ്ലാന്റ് ഒഴിവാക്കിയിട്ടുണ്ടാക്കിയാൽ പോരായിരുന്നു. വീണ്ടും കാട്ടിലൂടെ ആണല്ലോ ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തരുന്നത്. ഹംഗറിയിൽ ഇതുപോലൊരു കാട്ടിൽ പോയിട്ടുണ്ട്, അമ്മ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പശുക്കളെ മേയ്ക്കുന്ന കാഴ്ച ഉണ്ട്, ഒരു ബോർഡർ കെട്ടിയിട്ട് വലിയൊരു പശുക്കളുടെ തൊഴുത്തതാ. അടിപൊളി സൈക്കിൾ പാത്ത് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് അടിപൊളി സൈക്കിൾ പാത്താണ്. ഒരു രക്ഷയില്ല, എന്താ പറയേണ്ടത്. ഇതൊരു കിടു കിടു കിടു. ഇങ്ങനെ ഈ ഒരു റോഡില്ലേ, ഈ സൈക്കിൾ പാത്ത്, കാരണം ഏകദേശം 40 കിലോമീറ്ററോളം ഇങ്ങനെ ഈ ഒരു റോഡിലൂടെ പോകണം. 40 കിലോമീറ്റർ. ഈ ഒരു റോഡ് നേരെ ചെന്ന് കയറുന്നത് വിയന്നയിലാണ്. കുറേ സൈക്ലിസ്റ്റിനെ കാണാൻ പറ്റും. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു. കയറ്റവും ഇല്ല ഇറക്കവും ഇല്ല, പൊളി. നമ്മുടെ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ ഇങ്ങനെ ഒരു റോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി. സൈക്കിളും കൂടി. ശരിക്കും ഇങ്ങനെയുള്ള റോഡുകൾ വന്ന കുറെ സൈക്ലിസ്റ്റുകൾ വരും കേട്ടോ. നമ്മുടെ നാട്ടില് റോഡിന്റെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ റോഡ് സൈക്ലിങ്ങിന് പറ്റിയ റോഡേ അല്ല. റോഡ് ഇങ്ങനെയാണോ? ചിലപ്പോ പഞ്ചറാവാൻ ചാൻസ് ഉണ്ട്. കിട്ടില്ല. ഈ റോഡിന് പോകുമ്പോ വേറൊരു കുഴപ്പമുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി വിയന്നയിൽ എത്തിയിട്ട് നോക്കിയാൽ മതി സൂപ്പർ മാർക്കറ്റ്. ഹായ് ഹായ്. വെറുതെ അല്ല, ഓസ്ട്രിയയിൽ നിന്ന് വിയന്നയിൽ നിന്ന് കുറേ ആളുകൾ സൈക്കിളുമായിട്ട് ബ്രാറ്റിസ്ലാവൊക്കെ വരുന്നുണ്ട്. ഈ ഒരു റോഡ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ കുറേ പേരെ കണ്ടു, അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തത് വിയന്നയെന്നാന്ന് പറയുന്നുണ്ട്. ദിസ് ഇസ് വാട്ട്, ഇതുകൊണ്ടാണത്. കണ്ടൽ കാടുകൾ, എന്താ ഇതിനു പറയാ. അപ്പുറം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു കാട്, ഇതിന്റെ ചുറ്റും ഒന്നുമില്ല, ആളുകളൊന്നും താമസിക്കുന്നൊന്നുമില്ല. കാട്. ഇപ്പൊ നല്ല റോഡായി. കുറച്ചേരം മുമ്പ് റോഡ് റഫായിരുന്നു, ഇപ്പൊ അടിപൊളി റോഡാ. വാവ്. ഓസ്ട്രിയയിലെ പശുക്കളെ മേയ്ക്കുന്ന കാഴ്ച ഉണ്ട്, ഒരു ബോർഡർ കെട്ടിയിട്ട് വലിയൊരു പശുക്കളുടെ തൊഴുത്തതാ. അടിപൊളി. ഹായ്. ഹായ്. വീണ്ടും കാട്ടിലൂടെയാണല്ലോ ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തരുന്നത്. ഹംഗറിയിൽ ഇതുപോലൊരു കാട്ടിൽ പോയിട്ടുണ്ട്, അമ്മ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു.
ഇനി ഇവിടത്തെ കഥ എന്താന്ന് ആയിരിക്കറിയാം. കുറച്ച് പോയോക്കാം, എന്താവും നോക്കാം. കാട് കഴിഞ്ഞ് അടിപൊളി സ്ഥലം. നല്ല മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലം, ചൂണ്ടിടാൻ പറ്റിയ. പക്ഷേ സ്ലോവാക്യയിലും ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ലൈസൻസ് വേണം മീൻ പിടിക്കാൻ. ലൈസൻസ് ഇല്ലാതെ മീൻ പിടിക്കാൻ പറ്റില്ല, അങ്ങനെ ആണെന്നാണ് ഞാൻ കേട്ടത്, അറിയില്ല. അടിപൊളി അടിപൊളി പാത്താണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരൊറ്റ ഷോപ്പും ഇല്ല. എന്തെങ്കിലും കുടിക്കണം തിന്നണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, കയ്യിലത് കരുതിയാൽ തിന്നാം. അതാണ് ഈ ഒരു വഴിയുടെ പ്രോബ്ലം. ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയാ. കണ്ടോ, കാട, ഫുൾ കാട്. ഇതിൽ കയറിയതിനു ശേഷം വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല. വീടുകളൊന്നുമില്ല ഈ വഴിയുടെ തൊട്ടടുത്ത്. കൃഷിസ്ഥലം, കാട്, അതാണ് ഇതിന്റെ തൊട്ടടുത്തുള്ളത്. ഇതൊരു പ്ലാന്റിന്റെ ഉള്ളിലൂടെ പോകുന്നത്. പ്ലാന്റിന്റെ ഉള്ളിലൂടെ സൈക്കിൾ പാത്ത്, അടിപൊളി. അവർക്ക് സൈക്കിൾ പാത്ത് പ്ലാന്റ് ഒഴിവാക്കിയിട്ടുണ്ടാക്കിയാ പോരെ. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോ, സൂം ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഡൗട്ട്, പ്ലാന്റിന്റെ ഉള്ളിലൂടെ സൈക്കിൾ പാത്ത് ഒന്നും കൊടുക്കില്ലല്ലോ. രണ്ട് ഭാഗത്തും ഭയങ്കര ടാങ്കുകളും. എന്തിന്റെ പ്ലാന്റാന്നായിരിക്കറിയാം. വിയന്ന വാട്ടർ സ്പോർട്സ് നടത്തുന്ന സ്ഥലാട്ടോ. അടിപൊളി, നീളത്തിലൊരു പുഴ പോലെ ഉണ്ട്. ഇത് ധനുവാണോ അറിയില്ല. ഇത് കണ്ടോ, ഈ ഒരു നമുക്ക് എവിടെയും വേറെ എവിടെയും കാണാൻ പറ്റില്ല. യൂറോപ്പിലല്ലാതെ വേറെ എവിടെയും ഇത്രയും സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എത്ര ആളുകളാ സൈക്കിൾ ഉപയോഗിക്കുന്നത്. ഒരുപാട്. നല്ല പോന്നെ. എല്ലാരും സൈക്കിളായിട്ട്, എത്ര പ്രായമൊന്നും വിഷയമല്ല, ഏജ് ആയിട്ടുള്ള കപ്പിൾസ് ഒക്കെ ഇതാ. ഫുൾ സൈക്കിളാ. Idite blago levo. ഡബിൾ ഡെക്കർ ട്രെയിനാ, മുകളില് ഓപ്പൺ ആയിട്ടാണല്ലോ. ഇവിടുത്തെ എഞ്ചിനൊക്കെ കണ്ടോ, എന്ത് ക്യൂട്ടാണ് ആ എഞ്ചിൻ കാണാന്. കൊള്ളാലൊരു അടിപൊളി സൈക്ലിംഗ് ബ്രിഡ്ജ്. കണ്ടോ, ഇതൊരു സൈക്കിൾ പാത്താണ്. ഒരു വലിയൊരു ബ്രിഡ്ജിന്റെ അടിയിൽ സൈക്കിള് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രിഡ്ജിന്റെ താഴെയാണിത്, മെയിൻ ബ്രിഡ്ജ് മുകളില്, അതിന്റെ താഴെ രണ്ട് കാലിന്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തിട്ട്. അടിപൊളി. ഇതൊക്കെ എല്ലായിടത്തും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത് രസമായിട്ടാ ചെയ്തത്. ഓസ്ട്രേലിയയില് വളരെ എന്താ പറയാ, എല്ലാവരും ഭയങ്കരമായിട്ട് സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വരുമോ എനിക്കറിയില്ല.
അടിപൊളി. ഈ ബ്രിഡ്ജ് കിടക്കാൻ ഇവിടെ ഒരു റൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് സൈക്കിൾ ഓടിച്ച് കയറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാം. എന്നിട്ട് ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തേക്ക് പോവാം. ഇനി ഏതാനും കിലോമീറ്ററും കൂടി, ഒരു 10-11 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇനി സിറ്റിയാണ്, ഇനി മെല്ലെ പോകാൻ കഴിയുള്ളൂ. സിഗ്നലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇനി മെല്ലെ പോക്ക് നടക്കുള്ളൂ. ഞാനിതാ ഓസ്ട്രിയയിലെ വിയന്നയിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വിയന്ന. ഒരുപാട് സിഗ്നൽ ഉണ്ട്. സിഗ്നൽ കൊണ്ടൊരു കളിയാണ്. എത്ര സൈക്കിളുകളാണ്! സൈക്കിള് കൊണ്ടൊരു ആറാട്ടാണ് ഇവിടെ. ഇതെന്തോ കാര്യപ്പെട്ട ബിൽഡിംഗ് ആണ്. നമുക്ക് വിശദമായിട്ട് പിന്നെ നോക്കാട്ടോ. ഇവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഇവിടുന്ന് പാറി പറക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന്റെ കോർണറിന്. ഇന്ത്യൻ എംബസി ഇവിടെ കണ്ടാണോ? ഇനി ഒരു 2 കിലോമീറ്റർ എത്തിയിട്ടാ. ട്രാമിന്റെ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ട്രാം വരുമ്പോൾ മാറിക്കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ പോവാം. ഞാനിപ്പം വിയന്നയിലാണുള്ളത്. ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ മലയാളികൾക്കെല്ലാം എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പയും മീൻകറിയും. നല്ല അടിപൊളി കപ്പയുണ്ട്, മീൻകറി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോസി റെസ്റ്റോറൻറ്റിൽ നിന്ന്, പ്രിൻസറിൻ്റെ പ്രോസി റെസ്റ്റോറൻറ്റിലാണുള്ളത്. അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അടിപൊളി കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ചെന്നുടനെ ഒരു മാംഗോ ലസ്സി കിട്ടിയിരുന്നു. ക്ഷീണമൊക്കെ അങ്ങോട്ട് പമ്പ കടന്ന് മാംഗോ ലസ്സി കിട്ടിയപ്പോൾ അത് കുടിച്ച് കപ്പ കഴിച്ചു, ഫിഷ് കറി പൊളി. ഇനി ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, വയറൊക്കെ ഫുള്ളായി. ഇത് നമ്മുടെ പ്രിൻസറിന്റെ കോസ്മെറ്റിക് ഷോപ്പാണ്. ഇത് അവരുടെ സൂപ്പർ മാർക്കറ്റാണ്. ഇത് അവരുടെ റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ ഇവർ 3 ഇതും ഇവരുടെ തന്നെയാണ്. ഇനി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.